നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പമ്പ മണപ്പുറത്ത് ശനിയാഴ്ച ആഗോള അയ്യപ്പ സംഗമം നടക്കും. ത്രിവേണിയിൽ ഒരുക്കിയ പന്തലിൽ രാവിലെ 9:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 3500 പ്രതിനിധികൾ പങ്കെടുക്കും. രജിസ്റ്റർ ചെയ്തവർക്ക് പാസ് മുഖേനയാണ് പ്രവേശനം. ശബരിമല വികസന മാസ്റ്റർ പ്ലാൻ, ശബരിമല കേന്ദ്രീകരിച്ചുള്ള ആധ്യാത്മിക ടൂറിസം, തീർത്ഥാടന തിരക്ക് നിയന്ത്രണം അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ എന്നിവ ഉദ്ഘാടനത്തിന് ശേഷം നടക്കും. മാസ്റ്റർ പ്ലാൻ ചർച്ച മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറും, ആധ്യാത്മിക ടൂറിസം ചർച്ച പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി TKA നായരും, തിരക്ക് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ച റിട്ടയർഡ് DGP ജേക്കബ് പുന്നൂസും നയിക്കും. സംഗമത്തിന്റെ പേരിൽ സർക്കാർ രാഷ്ട്രീയം കളിക്കുന്നെന്ന് ആരോപിച്ച് UDF-ഉം BJP-യും സംഘപരിവാർ സംഘടനകളും പങ്കെടുക്കില്ല. പന്തളം കൊട്ടാരം സംഗമത്തിൽ നിന്ന് വിട്ടുനിൽക്കും. ശബരിമല തീർത്ഥാടനത്തിന് മുമ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർത്ത് പമ്പയിൽ അവലോകന യോഗങ്ങൾ ചേരാറുണ്ട്. എന്നാൽ വിവിധ തുറകളിലുള്ളവർ ശബരിമലയുടെ വികസനത്തിനായി പമ്പ തീരത്ത് ഒന്നിക്കുന്നത് ഇതാണ് ശനിയാഴ്ച ഇവിടെ നടക്കുന്നത്. ശബരിമലയുടെ പവിത്രമായ കവാടം എന്ന നിലയിലാണ് പമ്പയെ അയ്യപ്പ സംഗമത്തിന് തിരഞ്ഞെടുത്തത്. ഇവിടുത്തുകാരെ കൂടാതെ 15 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. 3500 പ്രതിനിധികളാണ് എത്തുകയെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. 38,500 ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്രധാന പന്തലിൽ 3000 പേർക്ക് ഇരിപ്പിടമൊരുക്കിയിട്ടുണ്ട്. മാസ്റ്റർ പ്ലാൻ ചർച്ച നടത്തുന്നത് ഈ ജർമ്മൻ പന്തലിലാണ്. പൂർണ്ണമായി ശീതീകരിച്ച വിധത്തിലാണ് പന്തൽ. ഗ്രീൻ റൂം, മീഡിയ റൂം, VIP ലോഞ്ച് എന്നിവയുമുണ്ട്. ഈ പന്തലിന്റെ പിന്നിലായിട്ടാണ് VIP-കൾക്കുള്ള ഭക്ഷണത്തിനുള്ള പന്തൽ. ഹിൽ ടോപ്പിലെ പന്തലിലാണ് തിരക്ക് നിയന്ത്രണത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുക. ഇവിടെയാണ് പ്രതിനിധികൾക്കുള്ള ഭക്ഷണവും ഒരുക്കിയിരിക്കുന്നത്. പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് 5000 പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നത്. ആധ്യാത്മിക ടൂറിസത്തെക്കുറിച്ചുള്ള ചർച്ച നടക്കുന്നത് പമ്പ സർക്കാർ ആശുപത്രിക്ക് എതിർവശത്തുള്ള ശ്രീരാമസാകേതം ഓഡിറ്റോറിയത്തിൽ. രാവിലെ 6 മുതൽ രജിസ്ട്രേഷൻ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിതിൻ ഗഡ്കരി, അശ്വിനി വൈഷ്ണവ്, സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരെ ക്ഷണിച്ചെങ്കിലും മറുപടി കിട്ടിയില്ലെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. ആന്റോ ആന്റണി MP-യും പ്രതികരിച്ചില്ല. ശബരിമല വികസനത്തിൽ കേന്ദ്ര സർക്കാർ പുറംതിരിഞ്ഞു നിൽക്കുന്നതായി തോന്നിയിട്ടില്ലെന്നും വാസവൻ പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം, കൊച്ചി മെട്രോ എന്നിവയുടെ കാര്യത്തിൽ കേന്ദ്രം സഹായിച്ചത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.